നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹമാണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളൊരു റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. ഓരോ ദിവസവും നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി തലേ ദിവസമേ നിങ്ങൾക്ക് അറിയുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇന്നേ പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് നാളെ എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു റീഡിംഗ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. കാർഡ് സ്പ്രെഡ് ചെയ്യുകയാണ്. ഏഞ്ചൽസ് മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നാളെ എന്താണ് ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. ഏത് ഭഗവാന്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നാളെ ഉണ്ടാകുന്നതും എന്ന് നമുക്ക് നോക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യത്തെ കാർഡ് 6 ഓഫ് സോർഡ്സ്, 6 ഓഫ് വാണ്ട്സ്, 9 ഓഫ് സോർഡ്സ്, 4 ഓഫ് സോർഡ്സ്, ദ സ്ട്രെങ്ത് കാർഡ്, Queen of Pentacles, Queen of Swords, 5 of Swords. ബോട്ടം ഓഫ് ദ ഡെക്ക് 6 ഓഫ് Pentacles ആണ്. റീഡിങ്ങിലേക്ക് നമുക്ക് കടക്കാം. നാളത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു മാറ്റമാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നാളെ ഒരു നല്ലൊരു ചേഞ്ച് ഉണ്ടാകാൻ പോവുകയാണ്. അത് ജോലി സംബന്ധമാവാം, കുടുംബത്തിനെ സംബന്ധിച്ചാകാം. വീട് മാറ്റത്തിനെ പറ്റി ആലോചിച്ചൊക്കെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് യൂണിവേഴ്സ് പറയുന്നത് അതിൻ്റെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറുന്നത് ഒരു നല്ല ഒരു തുടക്കത്തിന് വേണ്ടിയാണ് എന്നാണ്. അതുപോലെ തന്നെ ജോലി അന്വേഷിച്ച് വിദേശത്ത് പോകുന്നവർ, അവർക്കൊക്കെ നല്ല ഒരു ദിവസമാണ് നാളെ. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പോകുന്നത് അതിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം കാണാൻ സാധിക്കുന്നതാണ്. ഫാമിലി സംബന്ധമായിട്ട് പിരിഞ്ഞിരിക്കുന്നവർ, അതായത് ഹസ്ബൻഡും വൈഫും തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് നാളെ ഒരു റീയൂണിയൻ സംഭവിക്കുന്നതാണ്. നിങ്ങൾ പരസ്പരം വിളിക്കാതിരിക്കുന്നവരാണെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് മനസ്സിലെ ദേഷ്യവും പിണക്കവും ഒക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ സകല പിണക്കവും മാറി നിങ്ങൾക്ക് ഒന്നിച്ച് സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകും എന്നാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും മടിച്ചിരിക്കാതെ നാളെ തന്നെ അത് ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നാളെ നിങ്ങൾക്കൊരു സന്തോഷകരമായ ഒരു ന്യൂസ് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. ആരൊക്കെയാണോ നിങ്ങളെ കൊച്ചായിട്ട് കണ്ടത്, അതായത് ആരൊക്കെയാണോ നിങ്ങൾക്ക് തീരെ വില കൽപ്പിക്കാതിരുന്നത്, അവരുടെയൊക്കെ മുന്നിൽ നിങ്ങൾക്ക് നാളത്തെ ഒരു ദിവസം അഭിമാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമായിരിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ജോലി സംബന്ധമായി നിങ്ങൾ എന്ത് കഷ്ടതകളാണോ ഇതുവരെ അനുഭവിച്ചത്, നാളത്തെ ഒരു ദിവസം അതിന് അവസാനം കാണാൻ പോവുകയാണ്. ജോലിപരമായും ബിസിനസ് പരമായും സക്സസ് ആണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ശുഭകരമായ ഒരു വാർത്ത കേൾക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നു. സെൽഫ് കോൺഫിഡൻസോടുകൂടി മുന്നേറുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്തെങ്കിലും കേസിനെ സംബന്ധിച്ചുള്ള കാര്യമാണെങ്കിൽ അതിനൊരു വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഇത്രയും കാലം എന്തിനെ പറ്റിയിട്ടാണോ ആലോചിച്ച് നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായത്, അതൊക്കെ മാറാൻ സമയമായിരിക്കുന്നു. നാളെ ടെൻഷൻസൊക്കെ കംപ്ലീറ്റ്ലി മാറ്റുന്ന ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടിയെത്തും. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കേണ്ടതില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ഇത്രയും നാളും പേടിച്ചത്, ഭയപ്പെട്ടിരുന്നത്, അതിനൊക്കെ നാളെ ഒരു അവസാനമുണ്ടായി നിങ്ങൾക്ക് സമാധാനവും ശാന്തതയും സന്തോഷവും ലഭിക്കുന്നതാണ്. ഇത്രയും കാലം നിങ്ങൾ എന്തെങ്കിലും ഒരു രോഗത്തിൻ്റെ പിടിയിലാണെങ്കിൽ ആ രോഗം എന്താണെന്ന് ഒരു ഡോക്ടേഴ്സിന് ഡയഗ്നൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നാളെ തന്നെ നിങ്ങളൊരു നല്ലൊരു ഡോക്ടറിനെ കാണാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടർ എന്തായാലും നിങ്ങൾക്ക് ഇത്രയും കാലം ഉണ്ടായ എന്ത് അസുഖമാണ് എന്നുള്ളത് കൃത്യമായി കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കൃത്യമായ ചികിത്സയും ലഭിക്കുന്നതായിരിക്കും. ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച ആൻസൈറ്റി, ഹാർട്ട് ബ്രേക്ക്, ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷൻസ്, കരിയറിൽ ഉയർച്ച നേടാൻ വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കിംഗ്, ബിസിനസ് ഉയർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്രയും നാളത്തെ നിങ്ങളുടെ കഷ്ടപ്പാട്,
ഇതിനൊക്കെ നിങ്ങൾ ഇത്രയും കാലം എടുത്ത എഫേർട്സിന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നാളെ ഒരു ദിവസം നിങ്ങൾ സമാധാനമായി ഇരിക്കൂ, നിങ്ങൾക്ക് വേണ്ടത് റെസ്റ്റ് ആണ് എന്നാണ്. നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ഓക്കെ ആക്കി റെസ്റ്റ് എടുക്കൂ. നിങ്ങൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടായ ഡിപ്രഷൻ, ആൻസൈറ്റി, സന്തോഷമില്ലായ്മ, അതൊക്കെ നാളത്തെ ആ ഒരു ദിവസം നിങ്ങൾ എടുക്കുന്ന റെസ്റ്റിലൂടെ നിങ്ങൾക്കത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ജോലി സംബന്ധമായി ആണെങ്കിലും കരിയർ സംബന്ധമായിട്ടാണെങ്കിലും കുടുംബസമേതമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണെങ്കിലും ഇത്രയും കാലം നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ ഒരു ദിവസം നിങ്ങൾ സമാധാനമായി ആലോചിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ആലോചനയിലൂടെ നിങ്ങൾ ഇരുത്തി ചിന്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടാതെ പോയ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് നാളെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ വേണ്ടത്, നിങ്ങൾക്ക് നാളത്തെ ഒരു ദിവസം വേണ്ടത് നിങ്ങൾക്ക് റെസ്റ്റാണ്. അനാവശ്യമായിട്ടുള്ള ചിന്തകളൊന്നുമില്ലാതെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത്. എല്ലാ തിരക്കുകളിൽ നിന്നും നാളെ ഒരു ദിവസം നിങ്ങൾ വിട്ടു നിൽക്കുക. ബിസിനസ് സംബന്ധിച്ചുള്ള പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾ ഏൽക്കുന്ന ഭാരത്തെ നാളെ ഒരു ദിവസം മാറ്റിവെച്ച് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടുകൂടി ടൈം സ്പെൻഡ് ചെയ്യുക. ഫാമിലിയിൽ നിന്നും നിങ്ങൾക്ക് ആ കിട്ടുന്നൊരു സന്തോഷം നിങ്ങൾക്ക് കരിയർ സംബന്ധമായും ബിസിനസ് സംബന്ധമായും നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ മനസ്സ് ഒരുപാട് സന്തോഷിക്കുന്നതിലൂടെ നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആവുകയും നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻസ് കിട്ടാൻ തുടങ്ങുകയും ചെയ്യും. അടുത്തതായിട്ട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഭയം കൊണ്ട് നിങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ, അതിൽ തോറ്റു പോകുമെന്നുള്ളൊരു ഭയം കൊണ്ട് നിങ്ങൾ ഇത്രയും കാലം ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ, നാളത്തെ ഒരു ദിവസം ആ ഭയത്തെ മാറ്റി നിർത്തി നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭയവും എല്ലാം മാറുന്നതായിരിക്കും. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുകയും നല്ല സ്ട്രെങ്ത് ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും. ഇത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതാണ്. ഇത്രയും കാലവും നിങ്ങളെ തള്ളിപ്പറഞ്ഞവരുടെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ധൈര്യത്തെ, നിങ്ങളുടെ ശക്തിയെ കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു അവസരമാണ് നാളത്തേത്. ആ ഒരു അവസരത്തെ നിങ്ങൾ 100% യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്കിതൊക്കെ ചെയ്യാനുള്ള കഴിവും ബുദ്ധിയും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും നാളത്തെ ദിവസം. യൂണിവേഴ്സിൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹവും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതായിരിക്കും. അമ്മയോട് നിങ്ങൾ കൂടുതൽ സംസാരിക്കാത്തവരാണെങ്കിൽ അമ്മയോട് കുറച്ചു നേരം സംസാരിക്കുക. നിങ്ങൾ ആ സംസാരിക്കുന്നതിലൂടെ നിങ്ങളുടെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം കിട്ടുകയും നിങ്ങൾ ആ സംസാരിക്കുന്നതിലൂടെയും കുറച്ച് സമയം അമ്മയായിട്ട് സ്പെൻഡ് ചെയ്യുന്നതിലൂടെയും അമ്മയ്ക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷം നിങ്ങൾക്ക് നാളെ അനുഗ്രഹമായി മാറുന്നതായിരിക്കും. ഇത് പ്രത്യേകം യൂണിവേഴ്സ് എടുത്തു പറയുന്നതാണ്. അമ്മയുടെ ആ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കാര്യത്തിന് നാളെ ഇറങ്ങിത്തിരിച്ചാലും നിങ്ങൾക്ക് പൂർണ്ണ വിജയവും ധൈര്യവും, ആ കാര്യം നേടിയെടുക്കാനുള്ള ധൈര്യവും തൻ്റെടവും ശക്തിയും ബുദ്ധിയും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഇത്രയും കാലവും നിങ്ങൾ എന്ത് കാര്യത്തിനെ പറ്റിയാണോ തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചത്, ആ ഒരു കാര്യത്തിനെ പറ്റി തീരുമാനമെടുക്കുവാൻ സമയമായി. നാളെ തന്നെ ആ ഒരു കാര്യം തീരുമാനിക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നാളത്തെ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. യൂണിവേഴ്സ് പറഞ്ഞ ഈ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലവും പോരാടിയതിന് നിങ്ങൾക്കൊരു സക്സസ് ആണ് കിട്ടാൻ പോകുന്നത്. ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് നാളത്തെ ദിവസം സക്സസ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതം സക്സസ്സിലോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നാളെ ചെയ്യും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നാളെ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. അത് നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സ് കൊണ്ട് തരുന്നതായിരിക്കും. ഇത്രയും കാലം നിങ്ങളെ എന്ത് കാര്യങ്ങളാണോ അലട്ടിയിരുന്നത് അത് നിങ്ങളുടെ തലേന്നേ എടുത്ത് കളയാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഏഞ്ചൽസും അത് തന്നെയാണ് പറയുന്നത്. സാമ്പത്തിക സഹായങ്ങളും നിങ്ങൾക്ക് നാളത്തെ ദിവസം ലഭിക്കുന്നതായിരിക്കും. അത് ലോണാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് തിരിച്ചു തരുന്നതാകുന്നതാവാം. നിങ്ങൾ ആരോടെങ്കിലും സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. നിങ്ങളോടും ആരെങ്കിലും സഹായം ചോദിക്കുകയാണെങ്കിൽ
അവരെ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള സഹായം ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. മഹാദേവന്റെ അനുഗ്രഹമാണ് നാളെ നിങ്ങളെ തേടിയെത്തുന്നത്. നിങ്ങൾക്ക് നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതം പൂർണ്ണ സന്തോഷകരമാക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും, മഹാദേവന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും. കലാപരമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നാളത്തെ ദിവസം മഹാദേവന്റെ അനുഗ്രഹം ഉള്ളതായിരിക്കും. ഭയമില്ലാതെ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നാളത്തെ ദിവസം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മഹാദേവന്റെ ക്ഷേത്രത്തിൽ പോയി മഹാദേവന് ഇഷ്ട വഴിപാട് സമർപ്പിച്ച് നാളത്തെ ദിവസം ആരംഭിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായി നടക്കുന്നതായിരിക്കും. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വിജയകരമായി നടക്കുവാൻ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അമ്പലത്തിൽ മഹാദേവന്റെ ക്ഷേത്രത്തിൽ പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ ബുദ്ധിയായി മഹാദേവനെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ നാളത്തെ ദിവസം ആരംഭിക്കുക. ഇതാണ് നിങ്ങൾക്ക് നാളത്തേക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജ്. ഈ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.